കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ LCU ലോകേഷ് ഡ്രോപ്പ് ചെയ്തു. ഇനി കൈദി 2 ആയാലും LCU എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ. വേറൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് LCU ഷോർട്ട് ഫിലിം ചാപ്റ്റർ 0. അതും ഇനി ഡ്രോപ്പ് ആയോ? നമ്മൾ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 1 ആയിട്ട് അട്ടഹാസം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലോകേഷ് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ആ എല്ലാ ഡൗട്ടുകളും ഒന്ന് ക്ലിയർ ചെയ്തു. നമ്മൾ എന്താണോ വീഡിയോയിൽ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെ ലോകേഷ് വന്ന് കൺഫേം ചെയ്തു. LCU ഷോർട്ട് ഫിലിം ചാപ്റ്റർ 0 എന്ത് പറ്റി? ഡ്രോപ്പ് ആയോ? വല്ല നടക്കുമോ? എന്താണ് ഈ LCU ഷോർട്ട് ഫിലിം? നമ്മളിപ്പോൾ കാണുന്ന ലോകേഷിന്റെ സിനിമകളുടെ ഒരു ഷോർട്ട് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ മ്യൂസിക് ചെയ്യുന്നത് അനിരുദ്ധാണ്, അതിന്റെ എഡിറ്റിംഗ് ചെയ്യുന്നത് ഫിലോമിൻ രാജാണ്, ലോകേഷിന്റെ സ്ഥിരം എഡിറ്റർ. അതുപോലെ തന്നെ ഇതിന്റെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അൻബർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഫൈറ്റ് ഉണ്ട്. നമ്മളൊരു സിനിമയിലുള്ളത് പോലെ തന്നെ ആ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്യുന്ന ഒരു പടമാണ്. ഒപ്പം ഇത് മേക്ക് ചെയ്യുന്ന അതിന്റെ റൈറ്റ് ആൻഡ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറാണ്. അപ്പോൾ അതൊരു ചെറിയൊരു ഷോർട്ട് ഫിലിം അല്ല, അതൊരു തുടക്കമാണ്. അതല്ലെങ്കിൽ ഒരു ബിഗിനിങ്. എന്തിന്റെ? LCU എന്ന് പറയുന്ന ആ ഒരു സാമ്രാജ്യം എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്, അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യത്തിലെ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സ്പാർക്കാണ് LCU ഷോർട്ട് ഫിലിം ചാപ്റ്റർ 0. നമുക്കറിയാം LCU എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മൾ ഫാൻസ് കൊടുത്തതാണെന്നും ആ ഒരു ഇതാണ് ലോകേഷ് ഫോളോ ചെയ്തിട്ട് LCU എന്നുള്ള ഒരു യൂണിവേഴ്സ് ആയിട്ട് മാറ്റിയെന്നും നമുക്കറിയാം. ഈ ഒരു LCU ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു റൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്, കൈദി ഇറങ്ങി അത് സക്സസ് ആയതിനു ശേഷമാണ് വിക്രം എന്ന സമയത്ത് ആ കൈദിയും കൂടെ അതിലോട്ട് കണക്ട് ചെയ്തു. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. കൈദി ടു വിക്രം ഒരു കണക്ഷൻ വന്ന ആ ഒരു കാര്യമായിരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു മെയിൻ ഇവന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും മറ്റു കാര്യങ്ങളൊക്കെ കണക്റ്റായി വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത് നരേൻ എന്ന് പറയുന്ന ആക്ടറിൽ നിന്നായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു LCU തുടങ്ങാൻ തന്നെ കാരണമായ, അല്ലെങ്കിൽ LCUയിലേക്ക് ഒരു വഴി വെട്ടിയിട്ടിക്കുന്നത് നരേൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലൂടെയാണ്. ആ ഒരു നരേൻ തന്നെയായിരിക്കും ഈ LCU ഷോർട്ട് ഫിലിമിനകത്തും ഒന്നെങ്കിൽ ഒരു നരേഷനിലൂടെ ആ ഒരു എല്ലാ വേൾഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോർട്ട് ഫിലിമിനകത്ത് വരുന്നത് നരേനായിരിക്കും. നരേനെ കുറച്ചും കൂടെ ആക്സസിബിൾ ആണ്. നമ്മളെ മറ്റ് സ്റ്റാർസിനെ പോലെ ഡേറ്റ് കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒരു ഇഷ്യൂ വരില്ല. പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ പറയുന്ന പോലെ ഒരു കൊച്ചു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൈദിയിൽ നമ്മളെ കാർത്തി ആയാലും സൂര്യ ആയാലും അല്ലെങ്കിൽ കമൽഹാസനായാലും ഇനിയിപ്പോൾ ലിയോ വിജയ് ക്യാരക്ടറായിട്ട് ഇതിനകത്തുണ്ടോ ഇല്ല എന്നുള്ളത് ഐ ഡോണ്ട് നോ, നമുക്കറിയില്ല. ഡേറ്റ് കൊടുക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. കാർത്തിയുടെ കേസ് മാത്രമേ ഒരു ഡൗട്ട് ഉള്ളൂ. കാരണം കാർത്തി എന്ന് പറഞ്ഞ ആക്ടറിനെ അവർ കൈദി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു പ്ലാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ലോകേഷിന് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. കാരണം എങ്കിൽ മാത്രമേ ആ ഒരു ഷോട്ടുകൾ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ. നമ്മളെ കാർത്തിയുടെ അല്ലെങ്കിൽ ദില്ലിയിലെ ഷോട്ടുകളൊക്കെ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ അങ്ങനെ എടുക്കുള്ളൂ. അതല്ലെങ്കിൽ വിക്രത്തിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ദില്ലിയിലെ ആ ഒരു ചെറിയൊരു വോയിസ് ഓവർ പോലും കൊടുത്തിരിക്കുന്ന ജസ്റ്റ് വോയിസ് ഓവർ മാത്രമാണെന്ന് ലോകേഷ് തന്നെ കൺഫേം ചെയ്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു ഷൂട്ടായിട്ട് തന്നെ കാർത്തിക്ക് സെപ്പറേറ്റ് കൊടുക്കണമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനൊരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളല്ല. കാർത്തി ഈ പറയുന്ന പോലെ ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുമെങ്കിൽ അത് ഇനിയായിരിക്കും. അതല്ലെങ്കിൽ കൈദി 2 ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ ഒക്കെ ആയിരിക്കാം കാർത്തിയുടെ ഒരു പോർഷനും കൂടെ അതിനകത്തൊക്കെ വരുന്നെങ്കിൽ വരിക. ഞാൻ അതൊരു ഡൗട്ട് ക്ലിയർ ചെയ്തതേ ഉള്ളൂ. അവർ ഈ പറയുന്ന സിനിമകൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ലിയോരെ ക്യാരക്ടർ അവർക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ലിയോരെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്തും ഓൾറെഡി ഈ ഷോർട്ട് ഫിലിമിന്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുവാണ്. ഈ ലിയോരെ കേസ് വന്ന സമയത്ത് കുറച്ച് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടാണ് ലിയോരെ വർക്കിലേക്ക് പോയതും. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഈ ഷോർട്ട് ഫിലിമിൻ്റെ വർക്കിലേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കയറണം എന്നുള്ള രീതിയിലൊക്കെയാണ് ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റ് കംപ്ലീറ്റ് ലോക്ക് ചെയ്യാം എന്നുള്ള രീതി ആയിരിക്കാം മേ ബി ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് ഇത് OTT വഴിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാവരും എന്തായാലും ആ സിനിമയ്ക്ക് നല്ലൊരു റണ്ണിങ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ലെങ്ത്ത്, ഈ പറയുന്ന പോലെ 10-15 മിനിറ്റ് എന്നുള്ളത് ഒരു 30 ഒരു ഹാഫ് അവറോ ആ ഒരു റേഞ്ചിലേക്ക് ഒരു ലെങ്ത്ത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു OTT പ്ലാറ്റ്ഫോം അവരടുത്ത് റിക്വസ്റ്റ് ചെയ്ത സമയത്താണ് ഈ ഷൂട്ടിങ്ങിന്റെ BTSും കൂടെ ആഡ് ചെയ്ത് ഈ പറയുന്ന ലെങ്ത്തിലേക്ക് എത്തിച്ചിട്ട് റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളും. ഇതൊരു കൺഫേം ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. പക്ഷേ ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാൻ റെഡിയായി എന്നുള്ള രീതിയിലുള്ള കംപ്ലീറ്റ് ലോക്ക് എന്നുള്ള രീതി പറഞ്ഞിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് ഡൺ ആണ്, ഇനി അതിന്റെ എഡിറ്റ് ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതായത് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഈ ഫൈനൽ ഔട്ട് ഇറക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഔട്ട് ഇറക്കേണ്ടതിന് മുമ്പായിട്ട് കുറേ ക്ലിപ്സും കൂടി അതിനകത്തേക്ക് കൊണ്ടുവരണം. അതായത് ഈ പറഞ്ഞ കൈദി 2 മുമ്പോ അല്ലെങ്കിൽ കൈദി 2 ഷൂട്ടിന് വേണ്ടിയിട്ട് കാസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഷോട്ടിന് വേണ്ടിയിട്ടുള്ള ഷോട്ടുകളും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള
പ്ലാൻ ആയിരുന്നോ എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഡൗട്ടായിട്ട് നിൽക്കുന്നത്. ആ ഒരു റീസൺ തന്നെ ആയിരിക്കാം ഈ ഷോർട്ട് ഫിലിം ഡിലേ ആവുന്നത്. കുറച്ച് ക്ലിപ്സുകളും കൂടി, അതായത് ഇനിയിപ്പോൾ കാർത്തികരെയോ അതല്ലെങ്കിൽ കൈദി 2ൻ്റെ സെറ്റിൽ നിന്ന് ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോ എന്തൊക്കെയോ ഈ സിനിമ ഡിലേ ആയ സമയത്ത്, അതായത് കൈദി 2 ഡിലേ ആയ സമയത്ത് ഷോർട്ട് ഫിലിമിനെയും കൂടി അഫക്റ്റ് ചെയ്തു. വീണ്ടും അത് തള്ളിപ്പോയി. ചുരുക്കി പറഞ്ഞ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കൈദി 2 ഡിലേ ആയതുകൊണ്ടാവാം മേ ബി LCU ഷോർട്ട് ഫിലിം എന്നുള്ളതും ഇതേപോലെ ഡിലേ ആവുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അടുത്തതായി വരാൻ പോകുന്ന LCU സിനിമ എന്ന് പറഞ്ഞാൽ ബെൻസാണ്. ബെൻസിൻ്റെ ഏകദേശം ഷൂട്ടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് ഒക്കെ തീരാറായിട്ടുണ്ട്. ഒത്തിരി വലിയ സിനിമയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ലോകേഷ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ബെൻസിൻ്റെ കൂടെ തിയേറ്ററിൽ തന്നെ ഈ പറയുന്ന ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, ആ ഒരു പോസിബിലിറ്റി. പിന്നെ ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് LCU ഒരു ഒറിജിൻ എന്നുള്ള രീതിയിലായിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ചാപ്റ്റർ 0 എന്നുള്ള പേരും 1 ഷോട്ട് 2 സ്റ്റോറീസ് എന്നുള്ള രീതിയിലുള്ള ഒരു ടാഗ് ലൈനോടുകൂടിയൊക്കെയാണ് ഇതിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. ഈ 2 സ്റ്റോറി എന്ന് ഉദ്ദേശിച്ചത് മെയിനായിട്ടും കൈദി വിക്രം ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിക്രം, ലിയോ, കൈദി ഈ 3 സിനിമകളുടെയും കണക്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കാം. പക്ഷേ ഇതിൽ ലിയോയുടെ ഇത് വരാനുള്ള ചാൻസ് മാത്രമാണ് കുറവ്. കൈദി, വിക്രം എന്നുള്ളത് എന്തായാലും കൺഫേം ആണ്. ഈ രണ്ടിൻ്റെയും സ്റ്റോറിയുമായി കണക്റ്റ് ആയിട്ടുള്ളതായിരിക്കും എന്തായാലും നമ്മൾ ഇതിൻ്റെ ഒറിജിൻ അവർ എടുക്കുന്നത്. നമ്മളെ വിക്രത്തിലുണ്ടായിരുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ അവർ ലിയോയിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അങ്ങനെ വെച്ചിട്ടൊരു കണക്ഷൻ ആയിരിക്കാം മേ ബി ഈ ഷോർട്ട് ഫിലിമിൻ്റെ അകത്ത് അവർ കൊടുക്കുന്നത്. ഇതൊക്കെ മേ ബി എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊന്നും ഒരു കൺഫേം ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ഫിലിം മേക്കർ എന്ന രീതിയിലുള്ള തോട്ട്സിൻ്റെ പുറത്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവർ ഈ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും അവരിങ്ങനെയാവാം ഷൂട്ട് ചെയ്തത്, അതുപോലെ തന്നെ ഇന്ന കാരണങ്ങൾ കൊണ്ടാവാം ഇത് ഡിലേ ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞതെല്ലാം ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തിങ്ക് ചെയ്യുന്ന സമയത്താണ് ഈ രീതിയിൽ ഞാൻ അതിനുള്ള ആൻസറുകൾ പറയുന്നത്. കൈദി ഒന്ന് ഡിലേ ആയ സമയത്ത് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നിട്ടുണ്ടാവാം. ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ അവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ OTTയിൽ റിലീസ് ചെയ്യാൻ ഈ പറയുന്ന പോലെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ബെൻസിൻ്റെ കൂടെ തിയേറ്റർ റിലീസ് വേണമെങ്കിലും ആവാം. 101% കൺഫേംഡ് ആയിട്ടുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ഷോർട്ട് ഫിലിമിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇതുവരെയുള്ള അപ്ഡേറ്റ്സുകളും ഇതുവരെയുള്ള റൂമേഴ്സും ഇതുവരെ ലോകേഷിൻ്റെ മറ്റ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിനകത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. റീസെൻ്റ്ലി വന്ന പ്രസ് മീറ്റിൽ പോലും ഷോർട്ട് ഫിലിമിൻ്റെ കേസ് ലോകേഷ് മെൻഷൻ ചെയ്തില്ല. ലോകേഷ് വാക്ക് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ മാറി ഇപ്പം ഈ കൈദിയുടെ കേസിൽ തന്നെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും വരുന്നത് ലോകേഷ് ഓരോ സിനിമ കഴിയുമ്പോഴും കൈദി 2 എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അടുത്ത പടം വേറെ ആയിരിക്കും. ആ രീതിയിൽ ഇപ്പം തന്നെ ഈ അല്ലു അർജുൻ പടം കഴിഞ്ഞിട്ട് കൈദി 2 എന്ന് കൺഫേം ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വീണ്ടും വേറൊരു സിനിമയായിരിക്കാം വരുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളത് ഓൺലി വ്യൂവറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അതായത് ഓഡിയൻസ് എങ്ങനെ ചിന്തിക്കുന്നു അത് മാത്രമേ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അവരത് എങ്ങനെ എടുക്കുന്നു, എങ്ങനെ എടുക്കണ്ട, അതൊന്നും നമ്മളെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു രീതി ചിന്തിക്കുന്നവർക്ക് ആ രീതി പറയാം. അതായത് എന്തുകൊണ്ട് അതെടുത്തില്ല, അടുത്തത് അതെടുത്തൂടെ എന്നുള്ള രീതിയിൽ പറയാം. അതേസമയം നിങ്ങൾ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ എന്ന രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ കിട്ടും. അതായത് നമ്മളൊരു സിനിമ, അതും ഇത്രയും സക്സസ്ഫുള്ളായ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മറ്റ് സൈഡുകൾ, അതായത് രണ്ടറ്റമുണ്ട്, ഒന്ന് ക്രിയേറ്റീവ് സൈഡും ഉണ്ട്, മറ്റത് ബിസിനസ് സൈഡും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവാം. ഒന്നെങ്കിൽ ഒരു ക്രിയേറ്റീവ് സൈഡിൽ ഇപ്പോൾ പ്രൊഡ്യൂസറുമായിട്ട് ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഒക്കൂല എന്ന് പറയുന്നവരുണ്ടാവാം, അത്രയും ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്നവരുണ്ടാവാം. നേരെ മറിച്ച് പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്ന് ഇന്ന ആളുടെ വേണമെന്ന് പറയുമ്പോൾ ഈ ക്രിയേറ്റർ എന്ന രീതിയിൽ അത് വേണ്ട എന്ന് പറയുന്നതും ഉണ്ടാവാം. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്ററും പ്രൊഡക്ഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടാവാം. ആ ഇതിൻ്റെ പേരിൽ തന്നെ ഈ പറയുന്ന സിനിമകൾ ഇങ്ങനെ നീങ്ങി പോവാം. ആ രീതിയിലായിരിക്കാം മേ ബി കൈദി ഇങ്ങനെ നീങ്ങി പോകുന്നത്. കാരണം ലോകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കൈദി എന്ന് പറഞ്ഞാൽ ഒരു വലിയ സിനിമയാണ്. കാരണം ഇതിനകത്ത് അവർ മറ്റ് സിനിമകളിലെല്ലാം വന്ന ആക്ടേഴ്സിനെ എല്ലാം ഒന്നിച്ച് കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് ലോകേഷ് പറഞ്ഞത്. ഈ ഒരു ആവശ്യം ഒരുപക്ഷെ പ്രൊഡക്ഷൻ്റെ കൂടെ പറയുന്ന സമയത്ത് പ്രൊഡക്ഷൻ ചിലപ്പോൾ പറയുന്നുണ്ടാവാം ഇത്രയും ബഡ്ജറ്റ് ഇറക്കാൻ ഇപ്പോൾ ഇതില്ല എന്നുള്ള രീതിയിൽ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവാം.
അപ്പോൾ അത്തരത്തിലുള്ള പല ഡിഫറൻസുകളും ഈ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സിനിമ അവർ എടുക്കുന്ന സമയത്ത് അവർ നേരിടേണ്ട രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഓഡിയൻസിന് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർ അടുത്തതായിട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ആ സിനിമ ഇറക്കി, ആ സിനിമ മേ ബി പൊട്ടിപ്പോവുക എന്തെങ്കിലും ഫ്ലോപ്പ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഇതും ആ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കറിൻ്റെ മണ്ടയിലായിരിക്കൂലേ. LCU എന്ന് പറഞ്ഞ് ഇപ്പം നെഗറ്റീവ് പറയുന്നവർ LCU എന്ന് പറഞ്ഞ് ആദ്യ കാലത്ത് പൊക്കിക്കൊണ്ട് നടന്ന പോലെ തന്നെ വീണ്ടും വീഡിയോസുകൾ നേരെയായിട്ട് ചെയ്യുന്നത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ബെൻസിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ കാണാം. പാർട്ട് 1 ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നമുക്ക് ഈ ഒരു ചാനൽ ഈ ഒരു വർഷത്തിനകത്തൊരു നല്ലൊരു നമ്പർ ഓഫ് മൈൽ സ്റ്റോൺ എത്തിക്കണം. അത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഈ കണ്ടന്റ് വാല്യുബിൾ ആയിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിനേക്കാൾ ഇടിവെട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.